നമ്മള് ട്രിപ്പ് പോകാണ്. ട്രിപ്പ് ഊട്ടി. നമ്മള് ഊട്ടിയിട്ട് തട്ടുകട സെറ്റപ്പിലാണ്. ഹലോ ഗായ്സ്, റിച്ചുക്ക് മരുന്ന് വാങ്ങാൻ പോയിക്കണ്. അപ്പൊ നമുക്ക് യാത്ര തുടരാം. ഡോണ് ആദ്യം റെമി വിചാരിച്ച് റെസ്റ്റോറൻറ്റ് കയറണത്, പക്ഷെ റെസ്റ്റോറൻറ്റ് കയറിയതല്ല, ചാമ്പി. നമ്മള് ഊട്ടിയില് വീഡിയോ ഇങ്ങനത്തെ ഓരോ ടീം വരും. ഇപ്പൊ എന്തത് ഇയാള് ഇതാക്കോ എന്താ റമി പറയല്ലേ? ഭക്ഷണം കഴിക്കാൻ കയറിയല്ലേ, ഇരിക്കട്ടെ. ഭക്ഷണം കഴിഞ്ഞിട്ട് പറയാം. നാളെ ഏറല ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബ് ആണല്ലോ. അക്കീം വീരൻ ഓണാക്കിയത് തുടങ്ങിയതോളെ ഓളെ തൊള്ളി അക്കീമ.QA. ഇതൊക്കെ ആര് കാണാൻ? നമ്മളെ കുടുംബക്കാരനെ കാണും. റമീസ് TK അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടൊന്ന് കാണില്ല. ഇതിലേക്ക് എന്താ പറയല്ലേ? ഫുഡ് മാത്രം ഏറെ ക്ലിയർ ചാർജ് കഴിക്കല്ലോ. ഫോട്ടോ എടുക്കാൻ ഫുഡ് നമ്മൾ തിന്നേണ്ട ഒരു വീട്. നമ്മള് ഊട്ടിയിലെത്തുമ്പോ ഒരു വീട്. ഊട്ടി കഴിഞ്ഞുകൊണ്ട് ജർമ്മനി പോയിക്കാണ്ട് 2 കൊല്ലം എപ്പോഴും ഒന്നും പറയണ്ട. ജർമ്മനിക്ക് എനിക്കും സംശയമാണ്, ഞാൻ പോണില്ല. 4 വട്ടം സർപ്രൈസ് ആക്കി 4 വട്ടം. എന്നോട് ചോദിച്ചിട്ടില്ല കേട്ടോ. ഞാൻ സർപ്രൈസ് ആവില്ല എന്ന് പറഞ്ഞു. അത്രക്ക് സർപ്രൈസ് ആയിട്ടുണ്ട്. വീഡിയോ വെക്കുക. അയാള് വന്നിട്ട് ചോദിക്കാം നമ്മളോട് ഇഡ്ഡലി ഇറുക്കുന്നു. അപ്പൊ ഞാൻ പറയാം ഇഡ്ഡലി എങ്ങനെ ഇറുക്കല്, നെണ്ടല് ഇറുക്കല്. അല്ല ഇങ്ങനെയും പറയാ ഇഡ്ഡലി ഇറുക്കാറുമ്പോ ഞാൻ പറഞ്ഞോടെ അവിടെ കസാല വെച്ച് കൊടുക്കാന്. അവിടെ നിന്ന് ഇരുന്നോട്ടെ. അവിടെ കസാലയില് അങ്ങോട്ട് കാണിച്ചു കൊടുക്കേ. ഇന്നെ മൊത്തല്ലേ കസാല. ഇത്രയും പണ്ണിയായ ഒരാളാണ്. അതാണ് അവനെ ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. അതുവേ ആദ്യം ഇന്റെ ഒന്നും വയ്യാട്ടെ, പിന്നെ അങ്ങനെയൊന്നും കേട്ടോ. പേര് വരാൻ നമ്മള് പെരയിൽ ഇറങ്ങുമ്പോ ഒരു 3/4 മണിക്കൂറെങ്കിലും അവന്റെ പെരയ്ക്കുണ്ട്. നമുക്ക് മനസ്സിലാവത്തുണ്ടല്ല. നമ്മള് വിളിക്കും, ഞങ്ങള് ഇറങ്ങിയെങ്കിലും മാറ്റി നിൽക്കാണ്. നമ്മള് വീട്ടിലെത്തുമ്പോ ഒരു ചെങ്ങായി മാറ്റിയിട്ടുണ്ടല്ലോ. എടുക്കാലോ. നിസ്കരിച്ചിട്ട് വരാന്നൊക്കെയാ പറഞ്ഞത്. അവിടെ ഉണ്ട് ആര് ഏത് മറ്റേ അസറാണെങ്കിൽ കയ്യാ നേരത്തെ നിസ്കരിച്ചാൽ പോയി. നിസ്കരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നമുക്ക് വേറെ ഇഡലി ഇതൊക്കെ തോണ്ട് കണ്ടിട്ടെന്ന് തോണ്ട്. ഞങ്ങളിവിടെ ഉള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പൊ മസാല ദോശ ടീമാണ്. അവിടെ മസാല ദോശ, അവിടൊക്കെ മസാല ദോശ. നമ്മള് മാത്രം ഇഡ്ഡലി. കാരണം എന്താ, ഇഡ്ഡലി ആരോഗ്യത്തിന് നല്ലതാണ്.
ക്യാമറ നോക്കി ഫോൺ കണ്ട അപ്പൊ ഫോണിക്ക് ചാടാ. അഡിക്റ്റ് ഇപ്പൊ തന്നെ അഡിക്റ്റ്. ഇവരൊക്കെ വലുതായ ഞാൻ എന്ത് ചെയ്യാറോ? ഇപ്പൊ ചാടും ആ ചാടും. ഫോണിക്ക് ചാടാ. അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാല് എപ്പോഴാണ് ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? ഇവള് ഇതിന് ഫോണിലെ കുട്ടികളൊക്കെ ഫോണിൽ പഠിപ്പിക്കുക. അന്ന ഇച്ചൊക്കെ എന്നെ പഠിപ്പിച്ചേ ഇപ്പൊക്കെ ഇപ്പൊ ഫുള്ള് ഫോൺ വേണ്ടി കടാ. ഇവിടെയാണ് പഠിപ്പിക്കുന്നത് കുട്ടികളാ. ഫുൾ ടൈം ഫോൺ പഠിപ്പിക്കും. ഇപ്പൊ ചാടും ആ ചാടും. അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാലേ ഇതാണ് അഡിക്ഷൻ. എന്താ ചെയ്യാ? ഇന്നത്തെ കുട്ടികളെ കൂടുതൽ ഫോൺ അഡിക്ഷൻ ആയിരിക്കും. മുടുമലൈ ടൈഗർ റിസർവ് വെൽക്കം യു. നമ്മളങ്ങനെ അത് കടന്നു. പട്ടാളം വന്നു. അവർ നമ്മളെ കടത്തി വിട്ടു. വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് സ്കാറുകൾ. അതായത് നിങ്ങളെ പോലുള്ള ആളുകൾ ഇവിടെ വേസ്റ്റ് ഇടുന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ കടന്നു. ഇപ്പൊ തന്നെ കുഞ്ഞുമാക്ക് വിളിച്ചിട്ട് സ്ലോ ആക്കാൻ പറയും. കുഞ്ഞാക്ക് സ്ലോയിലേക്ക് പോകണ്ടേ? നമ്മളെ സ്പീഡ് പോണ്ട. ആന, പുലി, കാടുകൾ ഒക്കെ കാണും. വരുമ്പോ ഞാൻ ഒന്നുകൂടി വീഡിയോ എടുക്കാം. ഇപ്പൊ ഇവിടെ കോമഡി ആയിരുന്നു. പക്ഷെ നമ്മളെ ചിരിച്ചാണ്. അതെ, മാങ്കിയുണ്ട്, കാത്തുപോത്ത് ഉണ്ട്, മങ്കി ഉണ്ട്, പിന്നെ ദിയ ഉണ്ട്. അതാണ് കാട്. അത് വേറൊരു കാട്. ഇവിടെ വേറൊരു കാട്. ഈ റോഡിന് ഈ സൈഡിലുള്ള ഒരു കാടും ആ സൈഡിലെ വേറെ കാടാണ്. അതാണ് കക്കാട്. അതെ. ഇതിന് ചളി എന്നല്ല, ഇതിന് തീ. പിന്നെ ഒരു ടം വിചാരിച്ചാൽ അത് കറക്റ്റ് ഒരു അമ്പിട്ട് നമ്മൾ അമ്പ് ചാടും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മളൊന്നും കൂടി സ്പീഡ് കിട്ടും. പിന്നെ ഒരു അമ്പ് വരും, നമ്മൾ ഒരു സ്പീഡ് കിട്ടും. പിന്നെ അമ്പ് വരും, അവിടെ ചാടും. പിന്നെ സ്പീഡ് കിട്ടും. അല്ലല്ല, അമ്പ ചാടും. ഇത് വലിയ കാടാണ്. 500 കിലോമീറ്റർ ഇവിടെ പോകണ്ട്. മെല്ലെ വിട്ടാലേ നമുക്ക് കാണുന്നുണ്ട്. ഈ സ്പീഡ് വിട്ടിട്ട് നമ്മൾ മാനൊന്നും കാണില്ല. ഞാൻ ഓല പിടിക്കുക. ഇനിയിപ്പോ അവിടെ പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങി പിടിക്കണല്ല. ഓലങ്ങനെ പിടിക്കുക. അവിടെ ഉണ്ടാവില്ല. അവിടെ ഉണ്ടാവില്ല. തെങ്ങുണ്ട്. തമിഴ്നാട്ടിൽ തെങ്ങുണ്ട്. ഒരു നാനോ കാർ വരുന്നേ. ഇത് നാനോ ചെറുതായിട്ടുണ്ടോ? എനിക്ക് നാനോന്ന് പേരിട്ടു. അല്ലല്ല, നാനോന്ന് പേരിട്ട് എന്തായാലും ആ ഉണ്ടാക്കിയ ആളെ പേര് നാനോ. അല്ല, ഉണ്ടാക്കിയ പേര് സെൽബിദ്രാണ്. ഞാനും കേട്ടിരുന്നത്. മറ്റേ പെണ്ണുങ്ങളെ പേര് നോനലിമാന്ന്. അപ്പൊ അതിന്റെ അയാളുടെ ഞാൻ പറഞ്ഞത് കറക്റ്റില്ല. പെണ്ണുങ്ങളെ നോയ എടുത്തുകൊണ്ടാണ് നാനോ ഇട്ടത്. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളെ നോനാലിമന്റെ നോ, നരസിംഹത്തിന്റെ നാനോ. ആദ്യം നോനാന്നാണ് ഒരുത്തനാ വണ്ടിന്റെ മേലെ കയറിയാണ് ഇരിക്കണേ. അങ്ങനെ കിടന്നു പോവാ. അപ്പൊ നമ്മള് മാനിനെ കാണുമ്പോ നമ്മള് വീഡിയോ ഓണാക്കണില്ല. മാനെ കാണുമ്പോ ഇച്ചങ്ങ ഒരേ സ്പീഡാണ്. മാന എപ്പോഴോ അങ്ങോട്ട് പാഞ്ഞു പോകും. ഒരുത്തനാ വണ്ടിയിൽ മേലെ കയറി പോണേ. മാന പോയി ചങ്ങായി. മാന കാണുമ്പോ സ്പീഡ് കൂട്ടുക. മാനെ കാണുമ്പോ ഒരു മാന നമ്മള് എടുത്ത് വണ്ടി കിടും. നമ്മളെപ്പോൾ ആനയെയും കണ്ടില്ല, മാനിനെയും കണ്ടില്ല. മാനെ കണ്ടു. സൗണ്ട് പൊല്യൂഷൻ ആണ് ഇതൊക്കെ. ഒന്നറിയില്ല. മാനെ കാണാതെ വെച്ചപ്പോ മാനും വരില്ല. ആ ആടിനെ കാണാൻ വെച്ചപ്പോ ആടല്ല. കാട്ടാട് കാട്ടുപോത്തൊന്നും ഇല്ല അവിടെ.
നമ്മളെ ആൾക്ക് പറഞ്ഞു പറ്റിച്ചു കാശ്, നമ്മളെ പറഞ്ഞു പറ്റിച്ചു. അതാണ് നമ്മളെ ഒരു ഫാമിലി. ഇതാണ് പണ്ടത്തെ പാലം. പണ്ടെടുത്ത പുതിയ, ഇപ്പൊ പഴയതായി. ഇതാ കാട്ടുപോത്ത്. ഇനിയാണ് നമ്മൾ കാട്ടുപോത്ത്. റിച്ച വീടെടുത്തോ വ്ളോഗാ. അതാണ് നമ്മളപ്പോ വേറെ അടുത്ത ഫാമിലി. നമ്മൾ പറഞ്ഞതെന്താ വെച്ചാല് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? ഊട്ടിക്കാണ്. അപ്പൊ നമ്മള് ആനെ കുളിപ്പിക്കണ സ്ഥലമാണെന്ന് അറിയുമ്പോ പറഞ്ഞു. പക്ഷെ ആന ഈ ഇപ്പൊ കുളിക്കല്ല, ഉച്ചക്ക കുളിക്കല്. കാരണം എന്താ, ഉച്ചക്കാണ് ചൂടത്തെ ആന കുളിക്കുള്ളൂ. കാരണം ആന കറുപ്പായിട്ട് വെളിച്ച ആകർഷിക്കും. അപ്പൊ ആനക്കാണല്ലോ ചൂട്. അപ്പൊ ആന ഉച്ചക്ക് കുളിക്കുള്ളൂ. എന്താ വേണ്ട അഭിപ്രായം? ആനൊക്കെ പൊയ്ക്കണ അതാ. ആന മാത്രല്ല, അവിടെ ഒന്നുമില്ല. ആ മാനിനെ കണ്ടപ്പോ ഒരേ പോക്ക് പോയി. ഇങ്ങനത്തെ ഡ്രൈവറൊക്കെ നമ്മളെങ്ങനെ കാണും? ഇറക്കും, തുമ്പിക്കായിട്ട് ഇറക്കും. ഇല്ല, നിർത്തിക്കാളി പോയി കഴിക്കുന്ന പോയില്ല. ഇപ്പൊ സൂക്ഷിച്ച് വണ്ടി ഓടിക്കും. നമ്മള് വണ്ടി ഓടിക്കുമ്പോ നമ്മള് റോട്ടുമൊക്കെ നോക്കി ഓടിക്കണം. കാട്ടുകൊക്കെ നോക്കിയാണല്ലോ ഓടിക്കണ്ടേ. പ്രകൃതി ആസ്വദിക്കല്ലോ. പ്രകൃതി അതിന്റെ ഒപ്പം നമ്മളങ്ങ് പോകും, ആസ്വദിക്കണം. അമ്പ് അതെ, ആ മെല്ലെ പോയാൽ മതി. പറഞ്ഞൂടെ, മെല്ലെ പോയാൽ മതി. ഊട്ടിക്ക് അങ്ങനെ പോലെ എന്താ മോളെ, മാനിനെ വിളിച്ചിട്ട് വരുന്നില്ലേ? മാനെ മര കഷ്ണാണത്. മാനല്ലോ മാനെ വിളിച്ചോ. പാവ കുട്ടിയല്ലോ ഒച്ചത്തെ വിളിച്ചിട്ടുണ്ട്. മാന് വരുന്നില്ലല്ലോ. റേമി മാനിനെ വരുമ്പോ മാത്രം സ്പീഡ് കൊടുക്കും. ഇപ്പൊ 4 മാൻ 5 മാനിനെ പോയി ഒഴിവാക്കി കളഞ്ഞു, സ്പീഡ് ഇട്ട് കണ്ട്. ഇതെന്തിനാ നമ്മള് പോണ്ട്? എവിടെ ഇതാ മസനുകുട്ടി ഊട്ടിയിലേക്കുള്ള റോട്ടിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് കടത്തി വിടൂലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കടന്നു. കാരണം ഇപ്പൊ കടത്തി വിടും. അതുകൊണ്ട് നമ്മൾ കടന്നു. വണ്ടി അതെന്താ അങ്ങനെ എടുത്തണേ? നമുക്ക് റോഡ് തെറ്റി. ഇതല്ല, അതാണ് ഇയാൾ ഇടക്കിടക്ക് പാട്ടിടണേ. ഞാൻ ഓണാക്കിയിട്ട് കൂടില്ല, ഫോൺ ഓഫാണ്. നമ്മളിതാ അതാണ് ഊട്ടിക്കുള്ള റോഡ്. ഇതുപോലെ അങ്ങനെ എടുത്തേക്കണേ. കാരണം എന്താ, അവിടെ കുറെ കാറുകളുണ്ട്. അപ്പൊ അങ്ങനെ എടുത്ത് എന്താ ചെയ്യാ, അങ്ങനെ എന്താ ചെയ്യാ. അവിടെ പോലീസ് നിൽക്കുന്നു. അതെ, വയ്യ വെട്ടി ലാസ്റ്റോടെ വയ്യ ഉണ്ടാവും. വയ്യ വെട്ടി നമ്മൾ റോട്ട് മുകളല്ലേ. അതിന്റെ അടി വയ്യൊക്കെ വെട്ടി നമ്മള് ഇല്ലല്ലോ. ആ പേരന്റ് പറമ്പൊക്കെ ഉള്ളത് ഓ ചൂടായി. എന്താ റമ്യ അക്ക് മുമ്പില് വണ്ടി വരുന്നുണ്ട് ഇവിടെ. പറ്റില്ല. പിന്നെ എന്ത് കണ്ടിട്ട് ഓൺ അടിക്കണ്ടേ? ആ റമ്യ ഓണടിച്ച് ചൂടായില്ലേ? ഓ നമ്മള് കേട്ടിട്ടില്ല. പക്ഷെ ഓൻ ചൂടായിക്കണേ. കൈ കൊണ്ട് ഇങ്ങനെ ആങ്ങി കാട്ടുണ്ട്. ഇതാണ് പാലം. ഇത് പഴയ പാലം. പഴയതല്ല, പഴയതിന്റെ പുതിയതിന് നടുക്കുള്ള പാലം. നമ്മളൊരു കൂട്ടാൻ സെൽഫീസ് അവിടെ സെൽഫി എടുക്കണ്ട്. പക്ഷെ നമ്മള് പോലെ കാണിക്കണ്ടേ, ചിതിയിൽ കാണിച്ച് പട്ടാളക്കാരോടാ എന്താ വിന്ത പറയണേ? സ്ഥലം അവിടെ നമ്മള് ട്രക്കിങ് സഫാരി അവിടെയാണ് നമ്മളെ ആനനെ കാണാൻ പോലെ. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറില്ല. കാരണം അവിടെ പൈസ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. എടുത്തൂടെ വണ്ടി ബാക്കിൽ കുറെ വണ്ടി വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, അതൊക്കെ ആന കാണാൻ കാത്തിക്കണം. പക്ഷെ ആന ഇങ്ങോട്ട് ഇറങ്ങി വരും. അവിടാണ് ആന കുളിക്കാൻ പോലെ. പക്ഷെ ഇപ്പൊ കുളിക്കാൻ പോകില്ല.
മസനഗുഡിയുള്ള റോഡാണെന്ന് ഇപ്പൊ ഒരു ഇതില്ലട്ടാ, ഒരു ജീവജാലങ്ങളില്ല ഉണ്ടല്ലോ. മാനുണ്ട്, ജീവജാലമുണ്ട്. എന്ത് സംസാരിച്ചിട്ട് പിന്നെ അപ്പൊ ഇവിടെ കാട്ടുപോത്തിനെ കാണാം. പക്ഷെ കാട്ടുപോത്തിന് എന്താ കാണില്ല, കാരണം എന്താ കാട്ടുപോത്തില്ല ഇവിടെ, അത് പ്രശ്നം. കാട്ടുപോത്താണ് വീഡിയോ എടുക്കുന്നത്. ഫണ്ണായിട്ടുണ്ട്. ഓ മൈ ഗോഡ്. അത് മൈനസ് എത്ര കൊടുക്കണ്ടി? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് തീട്ടം പാലി കയറി, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യലില്ല, കാരണം അത് അത്രയേ ഉള്ളൂ. മൈൻഡ് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ കാട്ടുപോത്തിനെ കാണുന്നില്ല. വീഡിയോ വലിയ മാന കണ്ടു, ഇവിടെയും മാനുകൾ. ഓ ആ മാൻ ഇങ്ങോട്ട് നോക്കി. ഓ അവിടെ ഫുള്ള് കിടന്ന് ഉറങ്ങണ മാനിങ്ങനെ ഉറങ്ങിയിട്ട് ഒരു മയിലുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്, പക്ഷേ മയിലിനെ കാണുന്നില്ല. ഈ സൈഡില്ലല്ലോ, ഈ സൈഡില്ല. കാരണം എന്താ, രണ്ട് സ്ഥലവും വേറെ വേറെ കാടാണ്. ഇത് മാനങ്ങളുടെ ഏരിയ, അത് ആനകളുടെ ഏരിയ. പറഞ്ഞു കക്കാരാണ്. ഒരു മയിലുണ്ട്, പക്ഷെ മയിലിനെ കാണില്ല, കാരണം മയിലിവിടെ ഉണ്ട്. അതാണ് പ്രശ്നം. ഇവരെ ഇറക്കൂല, നമ്മൾ ഇറക്കൂല. അപ്പം എന്താ തട്ടി അതുപോലെ ഓലും ഇറക്കില്ല, വേ ഇറക്കില്ല. അപ്പൊ വണ്ടി തട്ടി. മാസ് ഏതാ പോയൊരു പോക്ക് പിടിച്ചിക്കണ. ഇപ്പൊ ഒരു വീഡിയോ ഇട്ടില്ല വാങ്ങി, ഫുൾ റെക്കോർഡാണ്ടാ പിടിച്ച. അപ്പ ഒറ്റതാണ് വീഡിയോ ഇങ്ങനെ എടുത്താണ് ചെല്ലുപോലെ മുമ്പ്. എന്താണ് അതൊന്നും വിഷയമുള്ള കാര്യമല്ല. മൂപ്പര് വിഷയമില്ല. എന്നിട്ട് എനിക്കൊരു വിഷയം. ഇതാണ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് കടന്ന് ഇങ്ങനെ അങ്ങനെ പോവാണ്. ഫോറസ്റ്റ് കടന്ന് നമ്മളിങ്ങനെ പോയി. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനിയാണ് മസനഗുഡി അല്ലേ. ഇനിയാണ് നമ്മള് കാട്ടുപോത്ത്, പുലിയും മസനഗുഡി എത്തിയിട്ടുള്ളൂ. ഇനി നമ്മള് പോത്തുകളും കാട്ടുപോത്തുകളൊക്കെ കാണാൻ പോവുകയാണ്. യെസ്, വി ആർ ഗോയിങ് ടു വാച്ച് ദം. യെസ്, ഫുള്ള് മരമാണല്ലോ. നമ്മൾ കവാടം കിടക്കുകയാണ്. സൈഡിൽ മലകൾ. ഏതാ മല? വലിയ മല. മലകൾ അവിടെ എടുത്ത് നിൽക്കുന്നുണ്ട്. ട്രക്കിന് വേണമെച്ചാണ് നമ്മളപ്പോൾ എന്ത് പറയും, വേണ്ട. അപ്പോൾ ഒറ്റടിക്ക് ഓക്കെ അറിയും. ഓൻ ഇടിച്ചിട്ട് പോയാലോ. സൂപ്പർ. ഇത്ര ഉള്ളൂ. ഇത്ര നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ തീർക്കണത്. ഇങ്ങനെ നോക്കി നിന്നാലേ നമുക്ക് പ്രശ്നം. പിന്നെ മല, ഈ മല എന്താ തീരാത്ത മലല്ലേ? ഇതാ പഴയത്. ഓ വെള്ളച്ചാട്ടം. പക്ഷെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിങ്ങനെ പോകണം. ഇങ്ങനെ പോയിട്ട് കണ്ട, അങ്ങനെ പോകണം. ബാമ്പൂ. അപ്പൊ നമ്മളിതാ ഇത് ഊട്ടിക്കുള്ള റോഡ്. അവിടെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം. ഇവിടെ വലിയ മല. ഏതാ വച്ചോ പ്രകൃതി ഭംഗി ഏതാ? ഇത് നോക്കി മോനെ, ആ സൈഡിൽ നോക്കിയാൽ കളർഫുൾ. അതൊക്കെ കാണിച്ചു. അവിടെ നോക്കില്ല, അവിടെ നമ്മൾ 8 ഉണ്ടാവും. വലിയതില്ല. അവിടെ രമണീയത, അതാണ് നമുക്കിവിടെ വേണ്ടി. രമണീയത എന്നൊക്കെ പറഞ്ഞാൽ ദിനവ. അവിടെ അതാ ക്യാമറമാൻ നിസാറിനൊപ്പം അനസ്. ശരിക്കുള്ള ക്യാമറമാൻ ഇതാണ്. ക്യാമറ വുമണോഗ്രാഫി. ഇതാണ് അടുത്ത ക്യാമറമാൻ.
ക്യാമറ നിസാറിനൊപ്പം റിച്ച് ഒരു പോസ്റ്റിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കല്ല എന്നാണ് അവൻ പറയണ്ടത്, പക്ഷെ നിൽക്കുന്നുണ്ട് അങ്ങനെ പോസ്റ്റിൽ. സ്നാപ്പ് എടുക്കണ അഭിനയം ഏതാ? കണ്ടോളൂ. അത് നമ്മളെ വണ്ടി, ഇത് പോലെ വണ്ടി, ഇത് നമ്മളെ പ്രകൃതി രമണീയമായ വണ്ടി. ഇവ എന്നെ എടുക്കുന്നു, ഞാൻ ഇവനെ എടുക്കുന്നു. ഫോണോഗ്രാഫി ഒരു പാട്ടിടാ. പെണ്ണുങ്ങളിങ്ങനെ നേക്കിൽ നോക്കുന്നുണ്ട്. ഇതേപ്പോഴവിടെ വീട് ഫോട്ടോ എടുക്കണം. മെയിൻ സ്പോട്ട് റമ്മിയുടെ പിന്നെ പറഞ്ഞു അവന് ബാക്കിലുണ്ട് അല്ലേ? ഇതാണ് സ്ഥലം. കളിയാകുമ്പോ ജയം തോൽവിയൊക്കെ ഉണ്ട്. ഇങ്ങനെ പൊട്ടൂല. ഊട്ടിയാണ് മിനിയൂട്ടിയൊക്കെ അവിടെ അങ്ങ് കുന്നപ്പുറത്ത്. മിനിയൂട്ടി ഇത് മണ്ടത്ത് ഊട്ടിയാണ്. ഒന്നും അറിയല്ലോ. പെട്രോൾ മേടിച്ചാ പോരെ? വട്ടുള്ള ആൾക്കാർ നമ്മൾ കൊണ്ടൊന്നും മറ്റുള്ള ആൾക്കാർ പറഞ്ഞ നമ്മളാരും കേൾക്കൂല. കാരണം ആവശ്യമില്ലാതെ പറയില്ലേ. ലാസ്റ്റ് അവിടെ മുറിക്കുന്ന കാര്യം. അങ്ങനെ ബിനീഷാന്റെ കുട്ടി അപ്പിട്ടു. അതെ അവിടെ ടോയ്ലറ്റ്. എന്റെ കുട്ടി അപ്പിട്ട് അതാ കൊണ്ടോളൂ. ബിനീഷ കുട്ടി അതാ കൊണ്ടോളൂ. ബിനീഷ അതാ പോന്നു. കുട്ടിക്ക് ഓരോ സാധനങ്ങൾ തിന്നാൻ കൊടുത്ത് കുട്ടിയെ അപ്പിടിപ്പിച്ചു. ആ വണ്ടിയിലേക്കണോ? അങ്ങനെ കുട്ടിയെ എല്ലാരും കുട്ടിയെ പരിചരിക്കുകയാണ്. വിളിച്ചിട്ട് നിൽക്കാൻ പറയും. ഇവരെങ്ങനെയാ വണ്ടി നിക്കണ്ട? വണ്ടി എല്ലാവരും നിന്നാ പോരെ? അങ്ങനെ നമ്മളിഞ്ഞ് ഇവിടെ കുറച്ചേരം നിർത്തി അവിടെ ഫുള്ള് ക്ലീനാക്കി പമ്പേഴ്സ് പുതിയതൊക്കെ ഇട്ടെടുത്ത് നമ്മൾ വണ്ടി തിരിക്കുന്നതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. കാരണം ഇപ്പോൾ ഫുള്ളും ബാത്റൂമിലേക്കാരം വെറുതെ അല്ല. പിന്നെ ഫോൺ ബാത്റൂമിൽ ഉണ്ടായിരുന്നല്ലോ. ഇതല്ല, ഇത് ചെറുത്തിട്ടാ. അങ്ങനെ ഇതേ പൊട്ടന്റെ സത്യ പൊട്ടന് ഹലാക്കിന്റെ പൊട്ടൻ. ആ വർത്താനത്തിന് ആരൊക്കെ പൊട്ടന നമുക്ക് മനസ്സിലാവും. ഇതാണ് റിവ്യൂക്കാന്ന് പറയാറുണ്ട്. ഈ അപ്പിട്ട് 8, 6, 9, 10 ഈ അപ്പിട്ടോട് എന്താ പറയാനുള്ളെങ്കിൽ ഒന്നും പറയണ്ട. അത്രക്കും ദാരുണമായ സിറ്റുവേഷൻ മാനുവിന്റെ ആ മുഖത്തുണ്ട് അപ്പിന്റെ ആ ഗംഭീരം. തൽക്കണേ എന്നാലും ഇത് ഗിയർ, എന്നാലും ഇത് ബ്രേക്ക്. ഇത് ടയർ, ഇത് ഹാൻഡ് ബ്രേക്ക്. വീഡിയോ നമ്മൾ കൂനൂര് പോയിക്കൊടുക്കാണ്. കൂനൂര് പോണേ. ആർക്കൊറക്ക വരണ്ടേ? എല്ലാരും ഇപ്പോൾ മാത്രം ഏത് നേരം വെക്കുന്നതാണ്. കാണിക്കില്ല. ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ്, ചിക്കൻ ബിരിയാണി, ചിക്കൻ നൂഡിൽസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളുടെ
ഫോട്ടോഗ്രാഫി. എന്താ പറയുക, എൻ്റെ യൂട്യൂബിൽ വീഡിയോ കണ്ടാണ്ട് ആൾക്കാരിങ്ങനെ വരും ഒന്ന് നോക്കാൻ സെർച്ച് ചെയ്തു. നമ്മൾ വാങ്ങില്ല, എന്നിട്ട് വേറെ കടയ്ക്ക് പോയി. നമ്മളിവിടെ നിർത്താൻ പോണേ. കാറ്റ് പോലെങ്ങോട്ടാ കമ്പം വാങ്ങും ഞമ്മള് കമ്പം വാങ്ങും. എനിക്ക് ഒരു മസാല ഒന്നുമില്ല. കമ്പം വാങ്ങിക്കൊണ്ടു അത് തിന്നാൻ പറ്റില്ല. മസാല കൊണ്ടൂല. എനിക്ക് കമ്പന്നെ. കമ്പ തിന്നാ എല്ലാരും കമ്പന്നെ. ആ തുപ്പ എന്താ ഇത്? പിന്നെന്താ ഞാൻ അടിച്ചിരുന്നങ്ങനെ മാറി നിൽക്കിയത്. ഇനി പുറത്തിറങ്ങരുത്. ആദ്യം പറഞ്ഞതാ. നമ്മളിപ്പോൾ മാങ്ങ വാങ്ങാൻ പോവുകയാണ്. മാങ്ങ വാങ്ങാൻ പോവുകയാണ്. നമുക്കൊന്ന് ഫുള്ള് കിട്ടാൻ നോക്കട്ടെ. ആരും ഇറങ്ങണില്ല. വാങ്ങണ്ടേ മസാല വാങ്ങാ. ആർക്കാ? നമ്മളങ്ങനെ ഇനി കമ്പം വാങ്ങി അറിയിക്കും. കമ്പം മാങ്ങ ഇതുള്ള അവിടെ ഫുള്ള് വാങ്ങും. യെസ്. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, നല്ല നല്ല കമ്പമുണ്ട്. കുന്നത്തി മുട്ട കുന്നത്തി ഇവിടെ തലയാ തന്നെ മുട്ട മുട്ടക്കുന്ന് 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 കൊണ്ട് ഇവിടെ ഇറങ്ങിയല്ലോ. സാറിന് എന്താ നമുക്ക് ടൈമില്ല, കാരണം 4 ട്രിപ്പ് പോകണ്ട്. എല്ലാവരുമേ യെസ് അത് നമ്മളെ വണ്ടിയാണ് കേട്ടോ.